എല്ലാവർക്കും നമസ്കാരം. ഞാൻ ലതിക സകലേഷ് ഋഷി യോഗ അക്കാഡമിയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നും ഒരു പുതിയ ടിപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഓരോ പ്രാവശ്യവും ഞാൻ നിങ്ങൾക്ക് ഫേസ് പാക്ക് ഫേഷ്യലൊക്കെ ഞാൻ കാണിക്കാറുണ്ട്. എല്ലാം നമ്മുടെ കിച്ചണിലുള്ളത് തന്നെയാണ്. ഒന്നും പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ട, അധികം ചിലവുള്ള ഒന്നും ഞാൻ ഇടാറില്ല. നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് പോയി ഒരു കല്യാണമോ ഒരു ഫംഗ്ഷനോ ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്നൊരു പാർലറിൽ പോകാനുള്ള സാഹചര്യം കാണത്തില്ല. അപ്പം നാളെ ഒരു ഫംഗ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി അല്ലെങ്കിൽ ഇന്ന് വൈകിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അതല്ലെങ്കിൽ രാവിലെ ചെയ്താലും ഒരു കുഴപ്പമില്ല, യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാത്തതാണ്. നമ്മുടെ കിച്ചണിലുള്ള ഒരു സാധനം വെച്ചാണ് നമ്മളിന്ന് ചെയ്യുന്ന ഒരു പാക്കാണ്. നിങ്ങൾക്കത് റെഗുലറായിട്ട് ചെയ്യാം. നമ്മുടെ റിങ്കിൾസിനെയൊക്കെ തടയാനും നമുക്ക് ടാൻ മാറാനും നമുക്കൊരു ഗ്ലോ കിട്ടാനും നല്ലൊരു കളർ കിട്ടാനും ഒക്കെ വളരെ നല്ലതാണ്. അപ്പൊ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഒരുപാട് ആൾക്കാർ എനിക്ക് വ്യൂവേഴ്സ് ഒക്കെ ഉണ്ട്, പക്ഷെ അവരെല്ലാവരും സബ്സ്ക്രൈബ് ഒന്നും ചെയ്യുന്നില്ല. അപ്പം എല്ലാവരും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്യുമ്പോൾ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പൊ പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടും. അപ്പൊ എല്ലാവരും അത് ചെയ്യുക. അതുപോലെ എനിക്കൊരു ഇൻസ്റ്റാഗ്രാം പേജും ഉണ്ട്, അത് നിങ്ങൾ ഫോളോ ചെയ്യുക. അതിനകത്ത് കുറേ മോട്ടിവേഷനും ഇതുപോലുള്ള ടിപ്സും ഒക്കെ ഞാൻ ഇടാറുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് കാണാവുന്നതാണ്. എല്ലാവരും ചെയ്യുക. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം ഇന്ന് നമ്മൾ ചെയ്യുന്ന താരം എന്ന് പറയുന്നത് നമ്മുടെ വെണ്ടയ്ക്കയാണ്. വെണ്ടയ്ക്ക ഇല്ലാത്ത ഒരു അടുക്കളയും കാണത്തില്ല, അല്ലേ? നമ്മുടെ ഫ്രിഡ്ജ് തുറന്നു നോക്കിയാൽ ഈ ഒരു സാധനം തീർച്ചയായിട്ടും നമ്മളുടെ ഫ്രിഡ്ജിൽ കാണും. വെണ്ടയ്ക്ക അങ്ങനെ നിസ്സാരമല്ല. വെണ്ടയ്ക്ക ഒരു താരമാണ്. നമ്മുടെ ഇന്നത്തെ പാക്കിന്റെ പ്രധാന കാര്യം വെണ്ടയ്ക്ക തന്നെയാണ്. വെണ്ടയ്ക്ക എന്ന് പറയുന്നത് ആന്റി ഏജിങ് ആണ്. ആന്റി ഏജിങ് വെജിറ്റബിൾ ആണ് വെണ്ടയ്ക്ക. നല്ല ഗ്ലോ കിട്ടാനും നമ്മുടെ റിങ്കിൾസിനെ തടയാനും ഒക്കെ വെണ്ടയ്ക്ക കൊണ്ട് ഒരുപാട് ഗുണമുള്ളതാണ്. അപ്പൊ ഇന്ന് അത് വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം കൂടുതൽ പറയുന്നില്ല, നമുക്ക് ചെയ്ത് കാണിക്കാം. ഈ വെണ്ടയ്ക്ക കട്ട് ചെയ്ത് നമ്മളൊന്ന് തിളപ്പിക്കണം. കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഈ വെണ്ടയ്ക്ക ഒന്ന് വേവിക്കണം. വെച്ചാൽ നമ്മൾ ഇത് മുഴുവനായിട്ട് വേവിക്കുകയല്ല, കട്ട് ചെയ്യണം. കട്ട് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ ഇതിനകത്ത് പുഴുക്കൾ കാണും. അപ്പൊ ആ പുഴു ഒന്ന് ഇല്ലാത്തത് എടുക്കണം, അല്ലെങ്കിൽ അതിനൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷമായിരിക്കണം വെണ്ടയ്ക്ക കട്ട് ചെയ്യുമ്പോൾ. മിക്കവാറും പുഴുക്കൾ കാണും. അപ്പൊ അത് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തതിന് ശേഷം അത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിക്കുക. നന്നായിട്ടൊന്ന് വേവണം. വെന്ത് കഴിഞ്ഞതിന് ശേഷം അതിനെ തണുപ്പിച്ചതിന് ശേഷം മിക്സിയിൽ നന്നായിട്ട് അരയ്ക്കണം. നന്നായിട്ട് അരച്ചു കഴിയുമ്പോഴുള്ള പരുവം ഇതാണ്. ഞാനത് അരയ്ക്കുന്നതൊന്നും കാണിക്കുന്നില്ല, നിങ്ങൾക്ക് അത്രയും സമയം പോകണ്ടല്ലോ. അതുകൊണ്ട് ഞാനിത് മിക്സിയിൽ അരച്ചു വെച്ചേക്കുന്നതാണ്. നിങ്ങൾക്ക് കാണാമല്ലോ, നല്ല ഒരു പശ കാണുമല്ലോ. വെണ്ടയ്ക്ക എന്ന് പറഞ്ഞ സാധനം അരയ്ക്കുമ്പോൾ നല്ല കിളുകിളാന്നിരിക്കും, കണ്ടില്ലേ? വെണ്ടയ്ക്കയുടെ ഒരു പരുവം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. നല്ലൊരു ക്രീമി ആയി വെണ്ടയ്ക്ക, ഒരു പച്ച കളർ പോലെ നമ്മുടെ ജെല്ല് പോലൊക്കെ തന്നെ ഇരിക്കുകയാണ് വെണ്ടയ്ക്ക. അപ്പൊ ഇതാണ് നമ്മുടെ മെയിൻ താരം. അപ്പം അത് ഒരു സ്പൂൺ എടുക്കുക. അതിനോടൊപ്പം നമുക്ക് ചേർക്കേണ്ടത് കടലമാവാണ്. കടലമാവ് അറിയാമല്ലോ. ഇത്തിരി കടലമാവ് വാങ്ങിച്ചു വെച്ച് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ കുറെ നാൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചേക്കുന്നതാണ്. കടലമാവിന്റെ ടിന്നൊന്നും അല്ല, ഞാനൊരു ടിന്നിലെടുത്ത് വെച്ചേക്കുവാണ്. കടലമാവ് നിങ്ങൾ ലൂസായിട്ട് വാങ്ങിച്ചിട്ട് അത് സൂക്ഷിച്ചു വെച്ചാൽ മതി. അതല്ല, കടലമാവ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അരിപ്പൊടിയോ എന്തെങ്കിലുമുള്ള മറ്റേ പൊടികളുണ്ടല്ലോ, അത് എന്തെങ്കിലും നമുക്ക് ചേർക്കാം. ഗോതമ്പ് മാവ് ചേർക്കാം, അരിപ്പൊടി ചേർക്കാം. ഒന്ന് ടൈറ്റ് ആവാൻ വേണ്ടി മാത്രമാണ്. പിന്നെ ചേർക്കേണ്ടതാണ് തൈര്. പിന്നെ അറിയാലോ, പറയേണ്ട കാര്യമില്ല. ഇത് 3 മാത്രം ഇട്ട് പെട്ടെന്നൊരു ഗ്ലോ കിട്ടുന്നതാണ് നമ്മൾ ഇന്നിവിടെ ചെയ്യുന്നത്. ചെറിയ ഒരു വീഡിയോ ആണ്, കുഞ്ഞു വീഡിയോ ആണ്, നിങ്ങൾക്ക് പക്ഷെ ഒരുപാട് ഗുണമുള്ളതാണ്. അപ്പം ഞാനിതൊരു സ്പൂൺ എടുക്കുകയാണ്. ഒരു സ്പൂണ് ഇത് ഇത്തിരി കൂടുതലായിരുന്നു, ഒരു കുഴപ്പമില്ല. സ്കിന്നിന് വളരെ നല്ലതാണ്. എനിക്ക് ചെയ്യാനാണ്, ഞാൻ ഇത്തിരി കൂടുതലൊക്കെ ഇടുക. ഇനി നമ്മൾ ചെയ്യേണ്ട തൈര്. ഒരു സ്പൂൺ തൈര് ചേർക്കുക. കുറച്ച് തൈരും നല്ല ആന്റി ഏജിങ് ആണ്, നല്ലതാണ്. ഈ തൈര് മാത്രം നമുക്ക് സ്കിന്നിന് ഡെയിലി ഉപയോഗിച്ചാൽ നല്ല ഗ്ലോ കിട്ടും. നമ്മുടെ ടാനൊക്കെ മാറാനും തൈര് നല്ലതാണ്. അപ്പം നമുക്ക് ഏറ്റവും ആവശ്യമുള്ള സാധനങ്ങൾ വെച്ചാണ് ഞാനിത് എല്ലായ്പ്പോഴും നിങ്ങൾക്ക് ചെയ്തു തരുന്നത്. നിങ്ങൾ എല്ലാവരും അത് ചെയ്യുന്നുണ്ടാകും അറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളുടെ കമന്റ് എല്ലാം ഞാൻ കാണുന്നുണ്ട്. റിസൾട്ടൊക്കെ കിട്ടിയതിൽ ഒത്തിരി സന്തോഷമുണ്ട്. നമ്മുടെ കടലപ്പൊടി എടുക്കാം. നല്ല സ്പൂണൊക്കെ നല്ല ഉണങ്ങിയതായിരിക്കണം, എന്നാലേ നമുക്കിത് സൂക്ഷിച്ചു വെക്കാൻ പറ്റത്തുള്ളൂ. കുറച്ച് കടലമാവ് എടുക്കാം. ഇതൊന്ന് ടൈറ്റ് ആവാൻ വേണ്ടിയാണ്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യണം, നന്നായിട്ട് മിക്സ് ചെയ്യണം. ഈ 3 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ.
ഇത് മിക്സിങ്ങിൽ ഇരിക്കുവാണ് കാര്യം. നന്നായിട്ട് മിക്സ് ചെയ്യണം. കടലപ്പൊടിയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്യണം. പിന്നെ കടലമാവ് ഇല്ല എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഗോതമ്പ് മാവോ അരിപ്പൊടിയോ ഒക്കെ നമുക്കൊരു ടൈറ്റ് ആകാൻ വേണ്ടിയാണ്. കടലമാവാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ് സ്കിൻ ടൈറ്റ് ആകാൻ. പിന്നെ ഇത് നമുക്ക് എല്ലാ സ്കിന്നിനും പറ്റും, പക്ഷെ മെയിൻ ആയിട്ട് നമുക്കിത് ഓയിലി സ്കിന്നിന് വളരെ നല്ലതാണ്. പലരും ചോദിക്കാറുണ്ട് ഓയിലി സ്കിന്നിന് ഒന്നും ഇടാൻ പറ്റത്തില്ലല്ലോ, ഞങ്ങൾക്ക് പാൽ ഉപയോഗിക്കാൻ പറ്റത്തില്ല, സ്കിന്നിന് അലർജി വരും, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ അവർക്കാണ് ഏറ്റവും കൂടുതൽ നല്ലത്. പക്ഷെ നോർമൽ സ്കിന്നിനും മറ്റേ ഡ്രൈ സ്കിന്നിനും ഒക്കെ വളരെ നല്ലതാണ്. ഓയിലി സ്കിന്നിന് നിർബന്ധമായിട്ട് ഇത് ചെയ്യുന്നത് നല്ലതാണ്. എല്ലാ സ്കിന്നിനും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റും. നന്നായിട്ടിത് മിക്സ് ചെയ്യണം. മിക്സിങ് ഇതിന്റെ കറക്റ്റ് ആയിരിക്കണം. കണ്ടോ, നല്ലൊരു ലൈറ്റ് പച്ച, നമ്മുടെ അലോവേര ജെല്ലിന്റെ ഒരു കളർ പോലൊക്കെ ഉണ്ട്. വെണ്ടയ്ക്ക ആയതുകൊണ്ട് നല്ല സോഫ്റ്റ് ആവും. കാണാലോ, ഇതാണ് കേട്ടോ. ഇനി നമ്മുടെ ഫേസ് ക്ലീൻ ആയിരിക്കണം. പൊട്ട് മാറ്റട്ടെ. ഒരു ടവല് ഫിറ്റ് ചെയ്യട്ടെ. പെട്ടെന്ന് ചെയ്യാം, പെട്ടെന്ന് ചെയ്യുകയും ചെയ്യും. 10 ഇരട്ടി നല്ല ഗുണമുള്ളതാണ് സ്കിന്നിന്. പെട്ടെന്ന് അത് ഒരു ഫേഷ്യൽ ചെയ്ത എഫക്റ്റ് തന്നെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. സ്കിന്നൊക്കെ ക്ലീൻ ചെയ്ത് നന്നായിട്ട് ഇടുക. കാണാമല്ലോ, നല്ലൊരു പിസ്ത കളർ ഉണ്ട് ഇതിന്, ഒരു പിസ്തയുടെ കളർ. വെണ്ടയ്ക്ക ആയതുകൊണ്ട് നല്ല സോഫ്റ്റ് ആണ്, നല്ല സുഖമുണ്ട്. വെണ്ടയ്ക്കയും തൈരും കൂടെ ആകുമ്പോൾ വളരെ വളരെ നല്ലതാണ്. ഇച്ചിരി കൂടുതലൊക്കെ ഇട്ടോ കേട്ടോ. ഞാൻ ഇച്ചിരി കൂടുതൽ എടുത്തു പോയി. കൂടുതലെടുത്താൽ 2 ദിവസം നമുക്ക് ഉപയോഗിക്കാം, 2-3 ദിവസമൊക്കെ നമുക്കിത് ഉപയോഗിക്കാം. ഫ്രിഡ്ജിൽ നല്ല അടച്ച് നന്നായിട്ട് സൂക്ഷിച്ചു വെക്കണം. ഡെയിലി ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് എവിടെങ്കിലും ഒന്ന് പോകണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എടുത്ത് ചെയ്തുകൊണ്ട് പോവാം. അപ്പൊ അതുകൊണ്ടൊന്ന് സൂക്ഷിച്ച് വെക്കുന്നതൊക്കെ നല്ലതാണ്. എന്നും പറഞ്ഞ് ചെയ്ത് 2-3 മാസമൊന്നും വെക്കരുത്. കുറച്ച് 2-3-4 ദിവസമൊക്കെ ചെയ്യാം. അത് കഴുത്തിൽ നിർബന്ധമായിട്ടും ചെയ്യണം. ഇത് നമുക്ക് നമ്മുടെ റിങ്കിൾസ് പോകാൻ ഏറ്റവും നല്ലതാണ് ഡെയിലി ചെയ്ത് കഴിഞ്ഞാൽ. നിങ്ങളൊരു 10 ദിവസം അടുപ്പിച്ച് ചെയ്തു നോക്കാം, അതിന്റെ വ്യത്യാസം അറിയാം. പക്ഷെ ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ ഒറ്റ യൂസിൽ തന്നെ റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യമാണ്. ഞാൻ കുറച്ച് കൂടുതലാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. കഴുത്തിൽ ഇടുക. കഴുത്തിന്റെ ബാക്കിലൊക്കെ നമുക്കിടാം. അത്രയും മതി. ഇതൊന്ന് ഒരു 10-20 മിനിറ്റ് കഴിയണം. ഒത്തിരി ഡ്രൈ ആവാൻ ഇത്തിരി പാടാണ്. വെണ്ടയ്ക്ക ആയതുകൊണ്ട് വെണ്ടയ്ക്ക ഒരു പശപശപ്പാണല്ലോ, കിളുകിളാന്നിരിക്കുന്ന ഒരു സാധനമാണ് വെണ്ടയ്ക്ക. അപ്പൊ അത് നല്ല ഒന്ന് ടൈറ്റ് ആകണം. അതിനാണ് നമ്മൾ ഇതിനകത്ത് പൊടി ചേർക്കുന്നത്. ഏറ്റവും നല്ലതാണ് വെണ്ടയ്ക്കയും തൈരും കൂടെ ഉപയോഗിക്കുന്നത്. അപ്പം വളരെ നിസ്സാരമായിട്ട് നിങ്ങൾക്ക് ചെയ്യാമേ. ഇതൊന്ന് ഡ്രൈ ആയിട്ട് വരെ. നമ്മുടെ പാക്ക് ഇപ്പം ഡ്രൈ ആയി വരുന്നുണ്ട്. കുറെ ഡ്രൈ ആയി. നമ്മളെല്ലാ പാക്ക് ഇടുന്നതിനെക്കാട്ടും കുറച്ചും കൂടെ ഒരു സോഫ്റ്റ്നെസ് നമുക്ക് തോന്നും ഭയങ്കരമായിട്ട്. വെച്ചാൽ വെണ്ടയ്ക്ക ആയതുകൊണ്ടാണ്. അത് ഞാനൊരു 10 മിനിറ്റേ ഇട്ടുള്ളൂ. എന്തായാലും കുറച്ചൊക്കെ ഡ്രൈ ആയിട്ടുണ്ട്. അപ്പൊ നമുക്കിത് ക്ലീൻ ചെയ്യാം. ഞാൻ എപ്പോഴും ചെയ്യുന്നത് പോലെ ലൈറ്റ് മസാജ്, വെള്ളം ഒന്ന് തൊട്ട് അല്ലാതെ നിങ്ങൾ വെറുതെ അങ്ങ് വെച്ച് തൂത്ത് കളയരുത്. നല്ലൊരു ചെറിയ ലൈറ്റ് മസാജ് കൊടുക്കും. നമ്മൾ ഒന്നാമത് ഒരു പാക്ക് മാത്രമാണ്, മസാജിങ് ഒന്നും ചെയ്തിട്ടുമില്ല. അപ്പോൾ ഒരു ചെറിയ ലൈറ്റ് മസാജ് കൊടുക്കുക. എന്ത് പാക്ക് ഇടുമ്പോഴും അങ്ങനെ ചെയ്യാം. ഇപ്പൊ വേറൊരു കണ്ണാടി വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് കാണാം, നോക്കി ചെയ്യാം. എത്ര ആക്കിയാലും കുറച്ചൊക്കെ അവിടെ ഇരിക്കും കേട്ടോ. പിന്നെ ഇതിനെ വൃത്തിയായിട്ട് കഴുകിയിട്ട് ചെറുതൊക്കെ ഉണങ്ങി പിടിച്ചു. കുറച്ച് നിങ്ങൾക്ക് ഡ്രൈ ആയിട്ടതിന് ശേഷം നിങ്ങൾ എടുത്താൽ മതി. എന്നിട്ട് എന്നാലും ഒരുപാട് ഡ്രൈ ആയാൽ നമുക്കിത് മസാജ് ചെയ്യാൻ പാടായിരിക്കും. അല്ലെങ്കിൽ പിന്നെ വെള്ളം തൊട്ട് ചെയ്യണം, കഴുത്ത് ഒക്കെ ചെയ്യാം. നമുക്ക് ക്ലീൻ ചെയ്യാം. വ്യത്യാസം ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കിയോ. ഒറ്റ യൂസിൽ തന്നെ നിങ്ങൾക്ക് വ്യത്യാസം. ഞാൻ ചെയ്യുന്ന എല്ലാം ഒരു യൂസിൽ തന്നെ വ്യത്യാസം ഉണ്ടായിട്ടാണ് ചെയ്യുന്നത്. നോക്ക്, നല്ല ചേഞ്ച് ഇല്ലേ.
ഞാൻ ഒരു പ്രാവശ്യം ചെയ്തപ്പോൾ നമുക്ക് ഇത്രയും ചെയ്തു. അപ്പം നിങ്ങൾക്ക് ദിവസവും റെഗുലറായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. റിങ്കിൾസ് ഒക്കെ കുറയും എപ്പോഴും. ഇതൊക്കെ നമുക്ക് ഓരോ ഏജ് കഴിയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഇതെല്ലാം ഉണ്ടാവുന്നതാണ്. പക്ഷെ അപ്പം നമുക്ക് ഈ കിച്ചണിലുള്ള സാധനമൊക്കെ വെച്ച് കഴിഞ്ഞ് ഒരു പൈസ ചിലവൊന്നുമില്ല, നമുക്കൊന്ന് ക്ലീൻ ആക്കി ടാൻ മാറ്റാനും ചുളിവുകളൊക്കെ കുറച്ച് കൊണ്ടുവരാൻ വരുന്നത് നമുക്ക് ചെയ്യാമല്ലോ. അതിനുവേണ്ടിയാണ് നമ്മൾ ഇതെല്ലാം ഇടുന്നത്. ഇത് നിങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇടുന്നത്. പക്ഷെ നിങ്ങൾ എല്ലാവരും ചെയ്യുന്നുണ്ട്, എനിക്കറിയാം. ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയതായിട്ട് ഒരുപാട് പേരെന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. തൽക്കാലമൊക്കെ ഇത്രയും മതി. വീട്ടിൽ നീ നല്ലോണം കഴുകുക, മുഖം തുടയ്ക്കുക. നമുക്ക് ലൈവായിട്ട് തന്നെ റിസൾട്ട് കാണാമല്ലോ. കഴുത്തൊക്കെ ക്ലീൻ ആയിട്ട് പിന്നെ തുടച്ചാൽ മതി. കഴുത്തിലൊക്കെ ഇരിപ്പുണ്ട്. ഇത് ഞാൻ കഴുത്തിലിടാത്ത എന്തോ നല്ലൊരു സോഫ്റ്റ് സ്കിൻ, നല്ല തക്കാളിപ്പഴം പോലെ ഇരിക്കുന്നു. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതെനിക്ക് പറയാനുള്ള ഹൈഡ്രാ ഫേഷ്യൽ ഞാൻ ചെയ്തായിരുന്നല്ലോ ഓണത്തിന്. അതിട്ടിട്ട് ഒത്തിരി പേര് എന്നെ വിളിച്ചിട്ടുണ്ട്. അത് ക്ലീൻ ചെയ്ത് റിസൾട്ട് കിട്ടിയ ഉടൻ തന്നെ എന്നെ വിളിച്ചു പറഞ്ഞ ഒരുപാട് ആൾക്കാരുണ്ട്. ഒത്തിരി സന്തോഷമുണ്ട്. നിങ്ങൾ തന്നെ വിളിക്കുകയും. ചിലപ്പോൾ എനിക്ക് കൂടുതൽ സംസാരിക്കാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഓൺലൈൻ ക്ലാസ് ആണ്. എൻ്റെ ഫീൽഡ് എന്ന് പറഞ്ഞാൽ യോഗയാണ്. യോഗ മെഡിറ്റേഷൻ ക്ലാസ് ആണ്. അപ്പൊ അത് ഓൺലൈൻ വഴി ഇഷ്ടംപോലെ ക്ലാസ് ഉണ്ട്. അപ്പൊ ഈ ക്ലാസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും നിങ്ങളെല്ലാവരും എന്നെ വിളിക്കുന്നത്. അപ്പൊ ചെറുതായിട്ടൊന്നും എനിക്ക് സംസാരിക്കാനേ പറ്റത്തുള്ളൂ. നിങ്ങൾ അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് ഇടുക. എന്നാലും നിങ്ങൾ എന്നെ ഓർക്കുന്നതിൽ ഒത്തിരി സന്തോഷം. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ വെരിക്കോസിന്റെ വീഡിയോ ഒക്കെ ഒരുപാട് ആളുകൾക്ക് ഗുണം ചെയ്ത്, മുമ്പിട്ട വീഡിയോ ആയാലും ഇപ്പൊ ഞാൻ ഡീറ്റെയിൽ ആയിട്ടാണ് ഇട്ടേക്കുന്നത്. അത് വേദന അനുഭവിക്കുന്ന എല്ലാവർക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഒത്തിരി ഉപകാരപ്പെട്ട ഒരു വീഡിയോ ആണ്. ഒരു മെഡിസിനും ഇല്ലാതെയും സർജറി ഇല്ലാതെയും തന്നെ അസുഖം മാറുന്നതാണിത്. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ബന്ധുക്കൾക്കോ ഫ്രണ്ട്സിനോ ഒക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഇതും ഇത്രയും പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന വളരെ നിസ്സാരമായ നമ്മുടെ വെണ്ടയ്ക്ക കൊണ്ട്, നമ്മുടെ വെണ്ടയ്ക്ക എന്ത് ചെയ്യും ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു എന്താ നമ്മുടെ ഈ വെണ്ടയ്ക്ക കൊണ്ട് ഇത്രയും ഗുണമുള്ളത് നിങ്ങൾ മനസ്സിലാകും. അപ്പൊ നിങ്ങൾ എല്ലാവരും ചെയ്യുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ്.